പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ്റെ ഭാഗമായി എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്ലഡ് ലൈൻ്റെ ആദ്യ സെഗ്മെൻറ്റ് കാണിക്കുന്നത് ബാക്ക് സ്റ്റേജിൽ ജിമ്മി യൂസോ ഫോൺ വിളിച്ചു വരുന്നതും അവിടെ കാത്തുനിന്ന സാമി ജെ തുടങ്ങിയവരോട് സംസാരിക്കുന്നതുമാണ്. അപ്പോൾ ജിമ്മി പറയുന്നുണ്ട് അത് റോമൻ റെയിൻസ് ആയിരുന്നു, റോമൻ റെയിൻസ് സ്മാക്ഡൗണിൽ വരുന്നുണ്ട്. അപ്പോൾ അഞ്ചാമത്തെ മെമ്പറായി കൊണ്ട് ആരെ കൊണ്ടുവരും എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലാണ് ഈ 3 പേര് നിൽക്കുന്നത്. അപ്പോൾ സാമി പറയുന്നുണ്ട് ഒരു മിനിറ്റ്, തനിക്ക് ഒരാളെ അറിയാം, താനൊന്ന് നോക്കട്ടെ എന്നുള്ളത്. പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ LA നൈറ്റിൻ്റെ അടുത്തേക്കാണ് സാമി സെയിൻ പോകുന്നത്. LA നൈറ്റിനോട് സാമി സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ ഒന്നും അവർ കേൾക്കുന്നില്ലെങ്കിലും LA നൈറ്റ് ഈ ടീമിൽ നിൽക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരുവിധ ഓപ്ഷനും തൻ്റെ മുന്നിൽ ഇല്ല എന്നുള്ളത് പറഞ്ഞ് LA നൈറ്റിൻ്റെതായ സ്റ്റോറി ലൈനിലേക്കും ഓപ്പൺ ചലഞ്ച് മത്സരങ്ങളിലേക്കും വരുന്നു. പിന്നീട് വന്ന ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ജിമ്മി യൂസോ, ജെ യൂസോ, സാമി സെയിൻ തുടങ്ങിയവരൊക്കെ റോമൻ റെയിൻസിൻ്റെ ലോക്കർ റൂമിലേക്ക് കയറി പോകുന്നതും അവിടെ കാത്തിരുന്ന റോമൻ റെയിൻസുമായിട്ട് ഇവർ സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങുന്നതും ആരും നമ്മുടെ കൂടെ നിൽക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്നുള്ളതും ബ്ലഡിൻ്റെ കൂടെ ആരും ഉണ്ടാകില്ല എന്നുള്ളതും അഞ്ചാമത്തെ മെമ്പറെ കണ്ടുപിടിക്കുന്നത് റോമൻ റെയിൻസ് തന്നെ നേരിട്ട് ആയിരിക്കണം എന്നുള്ളത് സാമി പറയുന്ന ആ ഒരു മൊമെൻറ്റ് കാണിക്കുന്ന സമയത്ത് തന്നെ അവിടെ റൂമിലുണ്ടായിരുന്ന ആ ഒരു TV-യിൽ നമുക്ക് സോളോ സിക്കോവയുടെ ബ്ലഡിൻ്റെ ആ ഒരു എൻട്രൻസ് മ്യൂസിക്, ആ എൻട്രൻസിൻ്റെ ആ ഒരു വീഡിയോ പ്ലേ ആകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് റിങ്ങിലേക്ക് ആ ഒരു സെഗ്മെൻറ്റ് വരുന്നു. അവിടെ സോളോ സിക്കോവയും ബ്ലഡിലെ മറ്റ് അംഗങ്ങളും റിങ്ങിലേക്ക് വരുന്നു. സോളോ കാണികളോട് തന്നെ അക്നോളജ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ആ ഒരു സമയത്ത് തന്നെ OTC റോമൻ റെയിൻസിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നു. റോമൻ റെയിൻസും മറ്റ് അംഗങ്ങളും ചേർന്ന് റിങ്ങിലേക്ക് വരുന്നു. ഇവർ ആദ്യം ഫേസ് ടു ഫേസ് നിൽക്കുന്നു. പിന്നീട് പെട്ടെന്ന് ഫൈറ്റ് ആരംഭിക്കുന്നു. ആ ഒരു ഫൈറ്റിൽ ഒറിജിനൽ ബ്ലഡ് ലൈൻ ഗ്രൂപ്പ്, അതായത് റോമൻ റെയിൻസിൻ്റെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് മേധാവിത്വം എടുക്കുന്ന ആ ഒരു സമയത്താണ് സർപ്രൈസ് ആയിക്കൊണ്ട് ബിഗ് ബ്രോൺസൺ റീഡിൻ്റെ ആക്രമണം റോമൻ റെയിൻസിന് നേർക്ക് ഉണ്ടാകുന്നത്. പിന്നീട് ബിഗ് ബ്രോൺസൺ റീഡും ജേക്കബ് ഫാറ്റും ചേർന്നുകൊണ്ട് റോമൻ റെയിൻസിനെയും ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെയും ബ്രൂട്ടലായി ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആദ്യം സാമി സെയിൻ, ഊസോസ് തുടങ്ങിയവരെ ആക്രമിക്കുന്നു. പിന്നീട് റോമൻ റെയിൻസ് തിരിച്ചടിക്കുന്നുണ്ട്. റോമൻ റെയിൻസ് സൂപ്പർമാൻ പഞ്ചൊക്കെ കൊടുത്തുകൊണ്ട് തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷേ സോളോ സിക്കോവ അവസാനം സമൺ സ്പൈക്കും കൊടുത്തുകൊണ്ട് റോമൻ റെയിൻസിനെ ആക്രമിക്കുന്നു. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ നേർക്ക് ജേക്കബ് ഫാറ്റു വന്ന് നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റ് വളരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബ്രോൺസൺ റെയിനെ ഒരു സ്ട്രോങ് ആക്കിയിട്ടുള്ള റെസ്ലറാക്കി കാണിച്ചിട്ടുണ്ട്. റോമൻ റെയിൻസിനെ തകർക്കാൻ സോളോ സിക്കോവയ്ക്ക് കൊണ്ട് സാധിക്കൂ എന്നുള്ളതും അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബിഗ് ഫൈറ്റ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചു. ഒരു ബിഗ് കൂട്ടത്തല്ല്, ഒരു ബ്രൗൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ സോളോ സിക്കോവയുടെ ബ്ലഡ് ഗ്രൂപ്പിലെ അഞ്ചാമത്തെ മെമ്പർ ആരാണ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ലഭിച്ചിരിക്കുന്നു. റോ എപ്പിസോഡ് ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണെങ്കിലും സ്റ്റോറി ലൈൻ പ്രകാരം ഇതിന് കണക്ഷൻ വരുന്നത് ഇന്നത്തെ സ്മാക്ഡൗണും കൂടി കണ്ടപ്പോഴാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി റോമൻ റെയിൻസിൻ്റെ ടീമിലേക്ക് ആരാണ് വരാൻ പോകുന്നത് എന്നുള്ളത് ഒരു ചോദ്യമല്ലാതായിരിക്കുന്നു. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇനി ചൊവ്വാഴ്ചത്തെ റോ എപ്പിസോഡിൽ ലഭിക്കും. ഇനി വരുന്ന വീഡിയോസിലൂടെ മറ്റ് ഡീറ്റെയിൽസും പങ്കുവെക്കാം. എന്തായാലും ഒരു മികച്ച ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ്റെ സെഗ്മെൻറ്റ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിലൂടെ കാണാൻ സാധിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.